ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ബിന്ദു കൃഷ്ണ, ഈ വിഷയത്തിൽ ആദ്യം നിലപാട് പറയുകയും പിന്നീട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണം നേരിടുകയും ഒക്കെ ചെയ്തിരുന്നു താങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക്. ഇപ്പോൾ പാർട്ടി എന്താണോ സ്ത്രീകളോട് കാണിക്കേണ്ട നീതി, അതിജീവിതമാർ രണ്ടുപേരായപ്പോൾ ആ ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെ പോയിരിക്കുന്നു. കൂട്ടായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ഒരു വനിതാ നേതാവ് എന്ന നിലയിൽ ഈ നിമിഷത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാ ഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീപക്ഷ നിലപാട് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറ്റാരോപിതർ സ്വന്തം പാർട്ടിയിലാണോ പുറത്താണോ എന്ന് നോക്കിയല്ല സ്ത്രീകൾക്കെതിരായുള്ള വിഷയങ്ങളിൽ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കോൺഗ്രസ് നിലപാട് എടുത്തിട്ടുള്ളത്. അത് സുവ്യക്തമാക്കുന്നത് കൂടിയാണ് ഇന്നത്തെ നടപടിയും. ഈ കേസ് ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു പരാതി പോലും ഇല്ലാതെ ആ കുറ്റാരോപിതൻ വഹിച്ച പദവിയിൽ നിന്ന് മാറ്റി നിർത്തുകയും പിന്നീട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തുടർന്ന് വന്ന ഘട്ടങ്ങളിൽ ഇതുപോലെ വളരെ കടുത്ത നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് നമ്മുടെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് എന്താണ്? CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അവരുടെ പാർട്ടിയിൽപ്പെട്ടവർ എത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്താലും വളരെ മോശപ്പെട്ട രീതിയിലാണെങ്കിൽ പോലും, എത്രത്തോളം തരംതാണാണെങ്കിലും അവരെ സംരക്ഷിക്കുവാൻ ഓരോ CPM നേതാവും BJP നേതാവും നിരത്തിലിറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഞാൻ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് നിന്ന് മുകേഷ് MLA സമാനമായ ഒട്ടനവധി അറിവ്, സ്വന്തം ഭാര്യയുടെ ഈ കേസിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം ഭാര്യയ്ക്ക് നേരെയുള്ള ക്രൂരകൃത്യങ്ങൾ അടക്കം ഒട്ടനവധി കുറ്റാരോപണ വിധേയനായിട്ട് പോലും അദ്ദേഹത്തെ തോളിലിരുത്തിയാണ് സ്ത്രീപക്ഷത്തെ കുറിച്ച് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനെ കുറിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നത്. അവരുടെ തെളിച്ചത്തി അപാരമാണ്. ഇനിയെങ്കിലും കോൺഗ്രസ് കാണിച്ച മാതൃകാപരമായ നടപടിയും നിലപാടുമെടുക്കുവാൻ CPMന് കഴിയുമോ എന്ന് ഈ അവസരത്തിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, സ്ത്രീപീഡന കുറ്റാരോപിതരായ പ്രതികളായിട്ടുള്ളവരടക്കം ഉള്ളവരെ അരിയിട്ട് വാഴിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടിരുത്തി സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പോലും കൈകാര്യം ചെയ്യിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ച കാര്യം നമ്മൾ കാണുന്നു. മാത്രമല്ല, BJP എന്ന് പറയുന്ന പ്രസ്ഥാനം രാജ്യത്തിന് വേണ്ടി സ്വർണ്ണ മെഡലുകളടക്കം വാരിക്കൂട്ടിയ ഗുസ്തി താരങ്ങളെ പോലും ഉപദ്രവിച്ച ആളുകളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഇത്തരം നിലപാടുകളും നടപടികളും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. എല്ലാ കാലത്തും സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന പ്രസ്ഥാനം എന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. അതിനിടയിൽ വരുന്ന സൈബർ ആക്രമണങ്ങളോ നീതിക്ക് വേണ്ടി നിലനിന്നതിന്റെ പേരിൽ കേൾക്കുന്ന ആക്ഷേപങ്ങളോ ഞങ്ങൾ പൂമാലകളായി തന്നെ അതിനെയൊക്കെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ശരി, വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, പ്രതികരിച്ചതിന്. എന്തായാലും വനിതാ പ്രവർത്തകർക്കുൾപ്പെടെ നേതാക്കൾക്കുൾപ്പെടെ അവരുടെ നിലപാടുകൾ പാർട്ടി കേട്ടു, കണ്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണ് പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്നതാണ്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വലിയ സമ്മർദ്ദം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. നേതാക്കളെല്ലാം തന്നെ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി അറസ്റ്റ് വൈകുന്നുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന്റെ പരാജയമാണ്, സർക്കാരിന്റെ പരാജയമാണ് എന്ന ആരോപണങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 8ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനായി വലിയ രീതിയിൽ വലവിരിച്ചിരിക്കുന്നു അന്വേഷണ സംഘം എന്ന വിവരങ്ങളാണ് വരുന്നത്. രാഹുൽ കീഴടങ്ങുമെന്ന സാഹചര്യമില്ല. അതായത് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വിവരം കൂടിയാണ് ഈ നിമിഷം വരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അറസ്റ്റ് ഉണ്ടാകുമോ, MLA സ്ഥാനം രാജിവെക്കുമോ എന്നതൊക്കെ അറിയാൻ. ഈ വിഷയത്തിൽ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളതെന്നാണ് ഇനി ന്യൂസ് 18 പരിശോധിക്കാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. മനു ഭരത്.